ഡുവൽ ഡിസ്പ്ലേ ഉള്ള ഫോൺ. ഫ്രണ്ടിൽ വലിയ കർവ്ഡ് ഡിസ്പ്ലേ, ബാക്കിലും ഒരു ഡിസ്പ്ലേ ഉണ്ട്. ഈ ബാക്ക് ഡിസ്പ്ലേയുടെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കാണാം, മ്യൂസിക് പ്ലെയറിന്റെ കാര്യങ്ങൾ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഡിസ്പ്ലേയിലൂടെ ഈ മെയിൻ ക്യാമറ കൊണ്ട് തന്നെ നല്ല ഒന്നാം തരം സെൽഫീസ് എടുക്കാൻ വേണ്ടിയിട്ടും സാധിക്കും. ഒട്ടനവധി കാര്യങ്ങൾ വേറെയും ചെയ്യാം, ഞാൻ അതൊക്കെ പറയാം. എന്തായാലും ഈ ഒരു ഡുവൽ ഡിസ്പ്ലേ ഉള്ള ഫോണിന്റെ വില 20,000 രൂപ റേഞ്ചിൽ മാത്രമേ വരുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. സെഗ്മെന്റ് ഫസ്റ്റ് ഡുവൽ ഡിസ്പ്ലേ ഉള്ള ഫോൺ എന്നാണ് ഇതിനെ പറയുന്നത്. ഇതിന്റെ കാര്യങ്ങൾ വിശദമായിട്ട് പറയാം. പക്ഷെ അതിന് മുൻപ് ഇതിന്റെ ബോക്സ്, ഇത് വന്ന ബോക്സും ഒരു വെറൈറ്റി ബോക്സ് ആയിരുന്നു. നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതിന്റെ ബോക്സ് എന്നല്ല പറയേണ്ടത്, ലോക്കർ എന്നാണ് പറയേണ്ടത്. എനിക്കറിയാം, ഈ ലോക്കറിനകത്താണ് ഇത് വന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇതിന്റെ മുമ്പിൽ ഒരു നമ്പർ ലോക്ക് ഒക്കെ ഉണ്ട്. പക്ഷെ നമ്പർ ലോക്കിന്റെ പാസ്വേഡ് അവർ എനിക്ക് തന്നില്ല. പകരം പയ്യാണ് എന്നോട് പറഞ്ഞത്. അപ്പൊ അതിന്റെ വാല്യൂ ഞാൻ കണ്ടുപിടിക്കണമായിരുന്നു. സംഭവം ഈസിയാണ്. 31415. ഈ നമ്പർ അടിച്ചു, ഓക്കെ അടിച്ചു, അൺലോക്കായി. ഞാൻ ജസ്റ്റ് ഓപ്പൺ ചെയ്തു. അതിനകത്ത് അഗ്നി 3, ലാവയുടെ ലാവ അഗ്നി 3 എന്ന ഫോണാണ്. നമുക്ക് അൺബോക്സ് ചെയ്യാം, സമയം ഒട്ടും കളയണ്ട. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ മുകളിൽ ഫോൺ ഇരിക്കുന്നുണ്ട്. ഫോണിന്റെ ഡിസൈൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. ബാക്കിൽ വലിയ ക്യാമറ മോഡ്യൂൾ, അതിന്റെ ഭാഗമായിട്ടാണ് ഡിസ്പ്ലേ. നമുക്ക് അതിലേക്ക് വരാം. അതിനു മുമ്പ് ബോക്സിൽ വേറെ എന്തൊക്കെയുണ്ടെന്ന് പെട്ടെന്ന് നോക്കാം. ഒരു കേസ് നല്ല ക്വാളിറ്റി കേസാണ്, അതവിടെ ഇരിക്കട്ടെ. പിന്നെ വാറണ്ടി ഇൻഫർമേഷൻ അങ്ങനെ ഒരു കാർഡാണ്. വാറണ്ടി പീരീഡിൽ 1 ഇയർ വാറണ്ടി പീരീഡിൽ ലാവ അഗ്നി 3 കസ്റ്റമേഴ്സിന് ഫോൺ എന്തെങ്കിലും ഹാർഡ്വെയർ ഇഷ്യൂ വരികയാണെങ്കിൽ വീട്ടിൽ വന്ന് സംഭവം എടുത്ത് റീപ്ലേസ്മെന്റ് തരുമെന്നൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. ചാർജർ, ചാർജിങ് കേബിൾ. അപ്പോൾ ബോക്സ് ഒക്കെ അങ്ങോട്ട് മാറ്റി വെക്കാം. ഫോണിലേക്ക് വരാം. സെക്കൻഡറി ഡിസ്പ്ലേയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഫ്രണ്ട് ഡിസ്പ്ലേ വന്നിട്ട് നല്ല ക്വാളിറ്റി ഒരു ഡിസ്പ്ലേ ആണ്. 120 ഹെർട്സിന്റെ കർവ്ഡ് AMOLED ഡിസ്പ്ലേ ആണ്. അതും 1.5K ഡിസ്പ്ലേ ആണ്. നിങ്ങൾക്ക് അവിടെ കാണാം. ക്വാളിറ്റിയിലൊന്നും യാതൊരു ഇഷ്യൂസും ഇല്ല. അത് 3D കർവ്ഡ് AMOLED ഡിസ്പ്ലേ ആണ്. 1200 നിറ്റ്സിന്റെ ബ്രൈറ്റ്നസ് വരുന്നുണ്ട്. HDR കേപ്പബിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. യാതൊരു ഇഷ്യൂസും ഇല്ല. പെർഫെക്റ്റ് ആയിട്ട് സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നല്ല പിക്ചർ ക്വാളിറ്റി. അപ്പോൾ ആ ഡിസ്പ്ലേ അവിടെ നിൽക്കട്ടെ. അത് സാധാരണ എല്ലാ ഫോണിലും വരുന്ന ഡിസ്പ്ലേ അല്ലേ. നമുക്കറിയേണ്ടത് ഈ സ്പെഷ്യൽ ഡിസ്പ്ലേ കുറിച്ചല്ലേ. ഒന്നാമത്തെ കാര്യം, സെൽഫി എടുക്കാം. ഈ മെയിൻ ക്യാമറ കൊണ്ട് അടിപൊളിയായിട്ട് സെൽഫി എടുക്കാം. ജസ്റ്റ് സൈഡിൽ നിന്ന് സ്വൈപ്പ് ചെയ്താൽ ക്യാമറ വരും. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ കാണാം, ക്യാമറ ഓണായി. സൈഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് സെൽഫി എടുക്കാൻ സാധിക്കും. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് കിഡിലൻ ക്വാളിറ്റി ഉള്ള സെൽഫീസ് എടുക്കാം. 1-2 സാമ്പിൾസ് കണ്ടോ. ഇത് ഞാൻ ഈ ക്യാമറ കൊണ്ട്, മെയിൻ ക്യാമറ കൊണ്ട് സെൽഫി പോലെ പിടിച്ചെടുത്ത ഫോട്ടോസ് ആണ്. എങ്ങനെയുണ്ട് സംഭവം? പിന്നെ അത് മാത്രമല്ല, തൊട്ടപ്പുറത്ത് മ്യൂസിക് പ്ലെയറിന്റെ കൺട്രോളാണ് വരുന്നത്. അതിന്റെ അപ്പുറത്ത് ഹെൽത്ത് ആക്ടിവിറ്റീസ്, ഫുഡ് സ്റ്റെപ്പ്, അങ്ങനെയുള്ള കൗണ്ടുകൾ കാണിക്കും. അതിന്റെ അപ്പുറത്ത് റെക്കോർഡർ ഉണ്ട്. അതിന്റെ അപ്പുറത്ത് സ്റ്റോപ്പ് വാച്ച് ഉണ്ട്. അതിന്റെ അപ്പുറത്ത് അലാറം ഉണ്ട്. അങ്ങനെ ടൈമർ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവിടെയുണ്ട്. അതുകൂടാതെ താഴെ നിന്ന് മുകളിലേക്ക് വലിച്ചാൽ നോട്ടിഫിക്കേഷൻസ് അതൊക്കെ കാണാം. മുകളിൽ നിന്ന് താഴേക്ക് വലിച്ചാൽ ബ്രൈറ്റ്നസിന്റെ കാര്യങ്ങൾ കാണാം. ലെഫ്റ്റിൽ നിന്നാണെങ്കിൽ നമുക്ക് വിഡ്ജറ്റും കാര്യങ്ങളൊക്കെയാണ് കാണാൻ സാധിക്കുക. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ബാക്കിൽ വരുന്ന സെക്കൻഡറി ഡിസ്പ്ലേയിൽ ചെയ്യാൻ പറ്റുന്നത്. സോ ഈ ഒരു ബഡ്ജറ്റിൽ ഈ ഒരു സെറ്റപ്പ് വരുന്നതിനെ കുറിച്ചുള്ള അഭിപ്രായം തീർച്ചയായിട്ടും കമന്റിൽ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ഈ ഫോണിന്റെ പെർഫോമൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ സെഗ്മെന്റ് ഫസ്റ്റ് 4nm Dimensity 7300X എന്ന് പറയുന്ന ചിപ്സെറ്റ് ആണ്. എൻഹാൻസ്ഡ് AI കമ്പ്യൂട്ടിംഗ് കാര്യങ്ങളൊക്കെയാണ് ഇതിന്റെ ഭാഗമായിട്ട് പറയപ്പെടുന്നത്. ഗെയിം ബൂസ്റ്റർ മോഡ് പോലുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. LPDDR5 RAM ആണ് വരുന്നത്. ഒപ്പം തന്നെ UFS 3.1 സ്റ്റോറേജ് വരുന്നുണ്ട്. സോ പെർഫോമൻസിലൊന്നും യാതൊരു ഇഷ്യൂ ഇല്ല. സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ കാണാം BGMI അടക്കം നമുക്ക് സ്മൂത്ത് എക്സ്ട്രീമിൽ തന്നെ നൈസായിട്ട് കളിക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം ഗെയിം പ്ലേ ഒക്കെ. ഒപ്പം തന്നെ ഗെയിം പ്ലേ സ്മൂത്ത് ആക്കാൻ വേണ്ടി ലിക്വിഡ് കൂളിംഗ് സിസ്റ്റം, 9 ലെയർ ലിക്വിഡ് കൂളിംഗ് സിസ്റ്റം കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സോ വേറെ ഇഷ്യൂസ് ഒന്നുമില്ലാതെ ഡീസെന്റ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ഗെയിമും കാര്യങ്ങളൊക്കെ കളിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. സോ ഓവറോൾ ഫോണിന്റെ പെർഫോമൻസ് ആയാലും സിസ്റ്റം പെർഫോമൻസ് ആയാലും അടിപൊളിയാണ്. UI വേറെ പരസ്യ ആപ്ലിക്കേഷനും കാര്യങ്ങളൊന്നും വരുന്നില്ല. ക്ലീൻ ആണ്. നമുക്ക് നൈസായിട്ട് യൂസ് ചെയ്ത് തുടങ്ങാം. ആൻഡ്രോയിഡ് 14 വരുന്നത്. അത് തന്നെ 3 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും 4 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും കമ്പനി ഓഫർ ചെയ്യുന്നുണ്ട്. സോ പെർഫോമൻസിൽ നോ വറീസ്. പിന്നെ ഇതിൽ ഡുവൽ നാനോ സിം ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് 2 സിം ഇടാം. മെമ്മറി കാർഡിന്റെ ഓപ്ഷൻ വരുന്നില്ല. താഴെ പിന്നെ ഒരു മെയിൻ മൈക്രോഫോൺ, ടൈപ്പ് സി പോർട്ട്, സ്പീക്കർ ഗില്ല്. റൈറ്റ് സൈഡിൽ ഒന്ന് പവർ ബട്ടൺ ആണ് കാണുന്നത്. തൊട്ടപ്പുറത്തായിട്ട് നമുക്ക് ആക്ഷൻ ബട്ടൺ കാണാം. സെഗ്മെന്റ് ഫസ്റ്റ് കസ്റ്റമൈസബിൾ ആക്ഷൻ ബട്ടൺ ആണ്. 100-ലധികം ഷോർട്ട് കട്ടുമായിട്ടാണ് ഇത് വരുന്നത്. നിങ്ങൾക്ക് അവിടെ കാണാം. അതിന്റെ സെറ്റിംഗ്സ് കയറിയാൽ ഈ ആക്ഷൻ ബട്ടണിൽ എന്തൊക്കെ വരണം എന്നുള്ളത് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാം. സിംഗിൾ ക്ലിക്ക്, ഡബിൾ ക്ലിക്ക്, ലോങ് പ്രസ്, ഇങ്ങനെ 3 തരത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് വേണമെങ്കിലും സെറ്റ് ചെയ്യാം. ഞാൻ സൈലന്റ് മോഡ്, അതേപോലെ സ്ക്രീൻഷോട്ട്, ഫ്ലാഷ് ലൈറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി എനിക്ക് സിമ്പിൾ ആയിട്ട് ഒരു സ്ക്രീൻഷോട്ട് എടുക്കണമെങ്കിൽ ഈ ബട്ടണിൽ ജസ്റ്റ് ഒരു സിംഗിൾ പ്രസ് കൊടുത്താൽ സ്ക്രീൻഷോട്ട് റെഡി. ഇനി ഡബിൾ പ്രസ് ചെയ്താൽ ഫ്ലാഷ് ലൈറ്റ് ഓൺ. ഇനി ഞാൻ ലോങ് ടൈമിൽ ഞെക്കി പിടിച്ച് കഴിഞ്ഞാൽ സൈലന്റ് മോഡ് ആക്റ്റീവായി. നിങ്ങൾക്ക് ആപ്പുകൾ, നിങ്ങളുടെ ഫേവറേറ്റ് ആപ്പ് എപ്പോഴും തുറക്കേണ്ട ആപ്പ് ഉണ്ടെങ്കിൽ ആ ആപ്പും ഇതിലേക്ക് അസൈൻ ചെയ്ത് കൊടുക്കാവുന്നതാണ്. സോ ഫംഗ്ഷണൽ ആയ ഒരു ആക്ഷൻ ബട്ടണും ഈ ഫോണിൽ അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ടോപ്പിൽ സെക്കൻഡറി നോയ്സ് ക്യാൻസലിംഗ് മൈക്രോഫോൺ, സ്പീക്കർ ഗിൽ, ഡോൾബി അറ്റ്മോസ് സപ്പോർട്ട് ചെയ്യുന്ന ഡുവൽ സ്റ്റീരിയോ സ്പീക്കറാണ് ഇതിൽ വരുന്നത്. സൗണ്ട് ക്വാളിറ്റി ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ചു തരാം. അത്യാവശ്യം ഡീസൻ്റ് ആയ ഒരു സൗണ്ടാണ്. നിങ്ങൾക്ക് എന്ത് തോന്നിയുള്ളൂ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ ഇതിൽ കോൾ, നെറ്റ്വർക്ക് പോലുള്ള കാര്യങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ 14 5G ബാൻഡും കാര്യങ്ങളും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ Wi-Fi 6E സപ്പോർട്ട് ചെയ്യുന്നു. ബ്ലൂടൂത്ത് 5.4, ഇന്ത്യയുടെ നാവിക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ആ കാര്യങ്ങളൊക്കെ ഇതിൽ കണക്ടിവിറ്റിയുടെ ഭാഗത്ത് വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. പിന്നെ 5000 mAh ബാറ്ററിയാണ് വരുന്നത്.
66 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത്. ചാർജർ ബോക്സിലുണ്ട്, ഒരു ചെറിയ വ്യത്യാസമുണ്ട്, ഞാൻ വിലയുടെ ഭാഗത്ത് പറയാമത് എന്താണെന്നുള്ളത്. എന്തായാലും ബോക്സിൽ ചാർജർ 66 വാട്ടിന്റെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിന്റെ ക്യാമറ ക്വാളിറ്റിയെ കുറിച്ച് പറയാം. സോണി OIS ക്യാമറയൊക്കെയാണ് വരുന്നത്. സാമ്പിളുകൾ ഫോട്ടോസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇത് ഞാൻ മെയിൻ ക്യാമറ സെൽഫി ആയിട്ട് പിടിച്ചെടുത്തിരിക്കുന്ന ഫോട്ടോസ് ആണ്. നമുക്കത് പറ്റും ആ ഒരു സെക്കൻഡറി ഡിസ്പ്ലേയിലൂടെ. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് തീർച്ചയായിട്ടും കമന്റ് ചെയ്യാം. അതുപോലെ വൈഡ് ആംഗിൾ ക്യാമറ 1x 3x ടെലിഫോട്ടോയുടെ ക്വാളിറ്റി എല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാം. എന്തായാലും ഫോൺ ഇപ്പോൾ അൺബോക്സ് ചെയ്ത് കയ്യിൽ എടുത്തിട്ടേ ഉള്ളൂ. ഒരു ഇനീഷ്യൽ ഇംപ്രഷനാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഫോട്ടോസ് ഒക്കെ നന്നായിരുന്നു. നിങ്ങൾ തീരുമാനിക്കുക എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് തീർച്ചയായിട്ടും കമന്റ് ആയിട്ട് ഷെയർ ചെയ്യാം. ഓവറോൾ ഈ സെക്കൻഡറി ഡിസ്പ്ലേയും ആക്ഷൻ ബട്ടണും എല്ലാ കാര്യങ്ങളും കൂടി പരിഗണിക്കുമ്പോൾ 66 വാട്ടിന്റെ ചാർജർ അടക്കമാണ് ഈ ഫോൺ വരുന്നതെന്ന് കൂടി പരിഗണിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു നല്ല സെറ്റപ്പ് ആയിട്ട് തോന്നുന്നു. ഇതിന്റെ പ്രൈസ് വന്നിട്ട് 8 GB റാം 128 GB സ്റ്റോറേജിന് വിത്തൗട്ട് ചാർജർ ഇല്ലാതെയാണെങ്കിൽ 1000 രൂപയുടെ ബാങ്ക് ഓഫർ അടക്കം 19,990 കിട്ടും. നിങ്ങൾക്ക് ചാർജർ വേണമെന്നുണ്ടെങ്കിൽ അടുത്ത ഓപ്ഷൻ എടുക്കാം. 8 GB റാം 128 GB സ്റ്റോറേജ് തന്നെ വിത്ത് ചാർജർ ആകുമ്പോൾ 20,990 വിത്ത് ബാങ്ക് ഓഫർ കിട്ടും. 2000 രൂപ ബാങ്ക് ഓഫർ വരുന്നുണ്ട്. അങ്ങനെ 20,990 അത് കിട്ടും. 8 GB റാം 256 GB ആണെങ്കിൽ 22,990 കിട്ടും. സോ ഇങ്ങനെയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. അപ്പം തന്നെ ഇതിന്റെ സെയിൽ ഡേറ്റ് 9-ാം തീയതിയാണ്, ഒക്ടോബർ 9-നാണ്. പർച്ചേസ് ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആമസോൺ വഴിയാണ് നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാൻ പറ്റുക. സോ അപ്പോൾ അത്രയുമാണ് മൊത്തത്തിൽ ഈ ഒരു ഫോണിനെ കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം. ഓവറോൾ ഈ പ്രൈസും സ്പെക്കും എല്ലാം വെച്ച് നോക്കുമ്പോൾ നന്നായിട്ട് തോന്നുന്നു. നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും തീർച്ചയായിട്ടും കമന്റ് ചെയ്യാൻ മറക്കണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. ബൈ.